ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ 1:35 മുതൽ 42 വരെ. പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ, റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട്, വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ടു. അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10-ാം മണി നേരം ആയിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയാസ് ആയിരുന്നു. അവൻ തൻ്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശീഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാൻ്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ, യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇത് കൃപയാദാൻ യേശുവേ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ, ഇത്ര മാനിപ്പാൻ യേശുവേ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഏറെ ധന്യമായ ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ ഒരുക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. നിൻ്റെ തിരുസഭയിൽ ഇന്ന് കശീശയായി പട്ടം കെട്ടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയ ഷമ്മാശന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏറിയ കൃപകൾ അവിടുന്ന് ഉയരത്തിൽ നിന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നിൻ്റെ വചനം ധ്യാനിക്കുന്ന ഈ സമയം നീ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ. ബലഹീനനായ അടിയനെ അവിടുന്ന് ബലപ്പെടുത്തണമേ. കേൾക്കുന്ന നിൻ്റെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ചിന്തകളും ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമീൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ ആദ്യ വാക്യങ്ങളിൽ തന്നെ സ്നാപക യോഹന്നാൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ 6ഉം 7ഉം വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന പേർ. 8-ാമത്തെ വാക്യത്തിൽ വെളിച്ചത്തിന് സാക്ഷ്യം പറയുന്നവൻ എന്നാണ് സ്നാപക യോഹന്നാനെക്കുറിച്ച് പറയുന്നത്. 15-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവൻ്റെ ദൗത്യം എന്താണെന്നൊക്കെ അവിടെ താഴോട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. 23-ാമത്തെ വാക്യത്തിൽ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ വഴി നേരെയാക്കുവീനെന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ, ആ ശബ്ദം ഞാനാണ് എന്ന് യോഹന്നാൻ തന്നെ അവിടെ പറയുന്നുണ്ട്. 29-ാമത്തെ വാക്യത്തിലും 36-ാമത്തെ വാക്യത്തിലും യേശുവിനെ നോക്കി, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ പറയുന്നു. യോഹന്നാൻ സ്നാപകൻ യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് കേട്ട് അവനെ അനുഗമിച്ച 2 ശിഷ്യന്മാരെക്കുറിച്ചാണ് നാം ഇന്ന് വായിച്ച വേദഭാഗത്ത് പരാമർശിക്കുന്നത്. യോഹന്നാൻ്റെ സാക്ഷ്യം കേട്ടിട്ട് അവർ യേശുവിനെ അനുഗമിക്കുകയാണ്. അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയാസ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. അന്ത്രയാസ് യേശുവിനെ അനുഗമിച്ചവരിൽ ആദ്യമുണ്ടായിരുന്ന ആളുകളിൽ ഒരാളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും.
അന്ത്രയാസിൻ്റെ ജന്മസ്ഥലം ഗലീല കടൽ തീരത്തുള്ള ബത്സേദയാണ്. മീൻപിടുത്തമാണ് അവൻ്റെ പ്രധാന തൊഴിൽ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 16-17 വാക്യങ്ങളിലും വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും ശീമോനും അവൻ്റെ സഹോദരനായ അന്ത്രയാസും കടലിൽ വല വീശുന്നത് കണ്ട് അവർ മീൻ പിടിക്കുന്നവരായിരുന്നു. യേശു അവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുന്ന ആ കാര്യങ്ങളൊക്കെ നാം ആ ഭാഗത്ത് വായിക്കുന്നു. സ്നാപക യോഹന്നാൻ്റെ ഉണർവ് പ്രസംഗങ്ങൾ കേട്ട് ആകൃഷ്ടരായവരിൽ ഒരാളാണ് അന്ത്രയാസും. എന്നാൽ പിന്നീട് യേശുവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് അവൻ ചേർക്കപ്പെടുന്നതായിട്ട് നാം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലാണ് അന്ത്രയാസിനെക്കുറിച്ച് അല്പമെങ്കിലും പരാമർശം കൂടുതലായി നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. മറ്റ് സുവിശേഷങ്ങളിലൊക്കെ പേര് മാത്രം പറഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. യോഹന്നാൻ 1-ാം അധ്യായം 35 മുതൽ ഇന്ന് നാം വായിച്ച വേദഭാഗത്തും 6-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ 5000 പേരെ പോഷിപ്പിക്കുന്ന ആ സംഭവത്തിലും യോഹന്നാൻ 12-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ യവനായക്കാരെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്ന ആ ഭാഗത്തുമൊക്കെ ഈ അന്ത്രയാസിനെക്കുറിച്ച് അല്പമെങ്കിലും പരാമർശം യോഹന്നാൻ നടത്തുന്നതായിട്ട് നാം വായിക്കുന്നു. അന്ത്രയാസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ മറ്റ് ഒരു ശിഷ്യൻ, അത് ഈ സുവിശേഷം എഴുതിയ യോഹന്നാൻ ആണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെയൊരു സൗഹൃദം അവർ തമ്മിലുള്ളത് കൊണ്ടാകാം അല്പമെങ്കിലും ഒരു പരാമർശം താൻ സുവിശേഷം എഴുതിയപ്പോൾ യോഹന്നാൻ അതിൽ കുറിച്ചത് എന്ന് കരുതുന്നു. അന്ത്രയാസിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ശുശ്രൂഷ മേഖലകളെ ഒന്ന് ശോധന ചെയ്യുവാൻ ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, യേശു ആരാണെന്നുള്ള ഉത്തമ ബോധ്യം അന്ത്രയാസിന് ഉണ്ടായിരുന്നു. യേശു ആരാണെന്നുള്ള ഉത്തമ ബോധ്യം അന്ത്രയാസിന് ഉണ്ടായിരുന്നു. ആൻഡ്രൂ ഹാഡ് എ ഗുഡ് കൺവിക്ഷൻ അബൌട്ട് ഹൂ ജീസസ് ഈസ്. 41-ാമത്തെ വാക്യത്തിൽ തൻ്റെ സഹോദരനായ ശീമോനോട് ചെന്ന് അന്ത്രയോസ് പറയുന്നത്, ഞങ്ങൾ മശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. യോഹന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യം കേട്ടാണ് അന്ത്രയാസും കൂട്ടാളിയും യേശുവിനെ അനുഗമിക്കുന്നത്. എന്നാൽ അവൻ വസിക്കുന്ന ഇടത്ത് അവർ പോവുകയും അവനോടുകൂടെ വസിക്കുകയും ചെയ്തതിന് ശേഷമാണ് അന്ത്രയാസ് വന്നിട്ട് പറയുന്നത്, ഞങ്ങൾ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. യേശുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം കേട്ടു, അവനെ അനുഗമിച്ചു, കൂടെ പാർത്തു. അവൻ ആരാണെന്നുള്ള തിരിച്ചറിവിലേക്ക് അന്ത്രയാസ് എത്തിച്ചേരുന്നു. യേശു എന്ന കേട്ടറിവ് ഒരനുഭവമായി മാറുമ്പോൾ അവൻ മശിഹായാണെന്നുള്ള ബോധ്യത്തിലേക്ക് അന്ത്രയാസ് മാറുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കും ഉണ്ടായിരിക്കേണ്ടത് ഈ ഒരു ബോധ്യമാണ്. ചെറുപ്രായം മുതൽ നാം കണ്ടും കേട്ടും വായിച്ചും അറിഞ്ഞ ക്രിസ്തുവിനെ അറിവ് മാത്രമായി നിർത്താതെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായി തീരുമ്പോൾ അവൻ എൻ്റെ രക്ഷകനാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുവാനും ഉത്തമ ബോധ്യമുണ്ടാകുവാനും ആ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുവാനും നമുക്കിടയായിത്തീരണം. ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണ്, ഞാൻ ശുശ്രൂഷിക്കുന്ന എൻ്റെ യേശു ആരാണ് എന്നുള്ള ഉറപ്പും ബോധ്യവും എനിക്കില്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷ നിരർത്ഥകമായിട്ട് തീരും. യേശു എനിക്ക് ആരാണ്? ഭാഗ്യസ്മരണീയനായ ഈശോമാർ തിമത്തിയോസ് തിരുമേനി തൻ്റെ ശുശ്രൂഷ കാലയളവിൽ തൻ്റെ മുമ്പിൽ വരുന്ന യുവജനങ്ങളോടും കുഞ്ഞുങ്ങളോടുമൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, കുഞ്ഞേ, യേശു നിനക്ക് ആരാണ്? ആ പേരിൽ തന്നെ ഒരു പുസ്തകം അടൂർ ഭദ്രാസനമായി അഭിവന്യ തിരുമേനിയുടെ താല്പര്യത്തോടെ ഈ കഴിഞ്ഞ മാരാമൺ കൺവെൻഷനോട് ചേർന്ന് പുറത്തിറക്കിയത് നാം കണ്ടിട്ടുണ്ടല്ലോ. കുഞ്ഞേ, യേശു നിനക്കാരാണ്? യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. തോമസ് അപ്പോസ്തലൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, അവൻ എൻ്റെ കർത്താവാണ്, അവൻ എൻ്റെ ദൈവമാണ്. ഹി ഈസ് മൈ ലോർഡ്, മൈ ഗോഡ്. പ്രിയമുള്ളവരെ, യേശു ആരാണെന്നുള്ള ആ ഒരു ഉറപ്പും ബോധ്യവും എനിക്ക് നഷ്ടപ്പെടുമ്പോൾ എൻ്റെ ലക്ഷ്യം മാറിപ്പോകുന്നു.
എൻ്റെ താല്പര്യങ്ങൾ മാറിപ്പോകും, എൻ്റെ ദൗത്യം തന്നെ ഒരുപക്ഷെ ഞാൻ മറന്നുപോകും. ശുശ്രൂഷയുടെ മുഖത്തായിരിക്കുമ്പോൾ പാതി വഴിയിൽ ചിലരെങ്കിലും പരാജയപ്പെട്ടു പോകുന്നത് യേശു എൻ്റെ രക്ഷകനാണെന്നുള്ള ഉത്തമ ബോധ്യം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. പ്രിയ ശമാശ, നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിൽ, നമ്മുടെ വിശ്വാസയാത്രയിൽ നമുക്കെപ്പോഴും ആ ഒരു ബോധ്യമുണ്ടാകണം. അവൻ എൻ്റെ കർത്താവാണ്, എൻ്റെ രക്ഷകനാണ്, അവൻ എൻ്റെ ദൈവമാണ്. ഈ വലിയ ബോധ്യമാണ് നാം ജനത്തോടും ഉറക്കെ പ്രഖ്യാപിക്കുന്നത്. രണ്ടാമതായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, രണ്ടാമനായി നിൽക്കുന്നതും ശുശ്രൂഷയുടെ ഒരു ഭാഗമാണെന്ന് കാണിച്ചു തന്നവനാണ് അന്ത്രയാസ്. രണ്ടാമനായി നിൽക്കുന്നതും ശുശ്രൂഷയുടെ ഒരു ഭാഗമാണെന്ന് കാണിച്ചു തന്നവനാണ് അന്ത്രയാസ്. ആൻഡ്രൂ ഓൾവേസ് സ്റ്റുഡ് സെക്കൻഡ്. 40-ാം വാക്യത്തിൽ അന്ത്രയോസിനെ കുറിച്ച് ആദ്യമായി വിവരിക്കുന്ന സ്ഥലത്ത് തന്നെ പറഞ്ഞിരിക്കുന്നത് ശിമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയാസ് എന്നാണ്. മറ്റ് സുവിശേഷ ഭാഗങ്ങളിലെല്ലാം ഈ രീതിയിൽ തന്നെയാണ് അന്ത്രയാസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് ആദ്യം തന്നെ യേശുവിൻ്റെ അടുക്കലേക്ക്, അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് ചേർക്കപ്പെട്ട ഒന്നാമത്തെ ആൾ എന്ന് വേണമെങ്കിൽ തന്നെ പറയാവുന്ന ഒരാളാണ് അന്ത്രയാസ്. നമ്മുടെ ബിഷപ്പ് ടി.പി. ബെഞ്ചമിൻ എഴുതിയ 12 അപ്പോസ്തലന്മാർ, ലോകത്തെ കീഴ്മേൽ മറിച്ചവർ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇപ്രകാരം പറയുന്നുണ്ട്: ഗ്രീക്കുകാർ അന്ത്രയോസിനെ വിളിച്ചിരുന്നത് പ്രോട്ടാക്ലീറ്റ് എന്ന വാക്കാണ്, പേരാണ് പ്രോട്ടാക്ലീറ്റ്. ആ വാക്കിൻ്റെ അർത്ഥം ആദ്യം വിളിക്കപ്പെട്ടവൻ എന്നാണ്. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 2-ാം വാക്യത്തിൽ ശിഷ്യന്മാരുടെ പേര് പറയുമ്പോഴും അവിടെ എഴുതുന്നത് ഇങ്ങനെയാണ്: ഒന്നാമൻ പത്രോസ്, അവൻ്റെ സഹോദരൻ അന്ത്രയാസ്. യേശുവിൻ്റെ സ്വകാര്യ നിമിഷങ്ങളിലും യേശുവിനോടടുത്ത് നിന്നിരുന്ന കൂട്ടത്തിൽ അന്ത്രയോസ് ഇല്ലായിരുന്നു എന്ന് നമുക്ക് കാണാം. പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെയാണ് യേശുവിനോട് കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത്. ആൻഡ്രൂ വാസ് ദ ഫസ്റ്റ് ടു ഫോളോ, ബട്ട് ഹി ഓൾവേസ് സ്റ്റുഡ് സെക്കൻഡ്. രണ്ടാമനായി നിൽക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയവനാണ് അന്ത്രയാസ്. യേശു തന്നെ പറയുന്നുണ്ട്, ഒരുവൻ മുൻപനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനും ആകണം എന്ന് യേശു പഠിപ്പിക്കുന്നു. നാം ഇന്നലെ വൈകിട്ട് കേട്ട ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഷാജിക്ക തോമസ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിച്ചല്ലോ, ഞാനോ കുറയണം അവനോ വളരണം എന്നാഗ്രഹിക്കുകയും പഠിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു ഗുരുവാണ് സ്നാപക യോഹന്നാൻ. ആ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു അന്ത്രയാസ്. അതുകൊണ്ട് അവൻ രണ്ടാമനായി നിൽക്കുവാൻ താല്പര്യപ്പെടുന്നതിൽ ഒട്ടും അതിശയോക്തിയുടെ കാര്യമില്ല. പ്രിയമുള്ളവരെ, ഇന്നത്തെ ലോകത്തിൽ എങ്ങനെയെങ്കിലും ഒന്നാമനാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അതിന് എന്ത് മാർഗവും പ്രയോഗിക്കുവാൻ നാം ശ്രമിക്കും. ആരെയും പിന്തള്ളുവാൻ, ചവിട്ടിത്താഴ്ത്തുവാൻ, പുറകിലാക്കി എങ്ങനെയെങ്കിലും മുന്നിലെത്തുവാൻ എന്ത് തന്ത്രവും പ്രയോഗിക്കുവാനൊക്കെ മടിയില്ലാത്ത ഒരു ലോകത്തിൽ അന്ത്രയോസ് നമ്മളോട് പറയുന്നു, സഹോദര, നീ ഒന്ന് രണ്ടാമനാകാൻ താല്പര്യപ്പെട്, ദൈവം നിന്നെ ഒന്നാമനാക്കും. അന്ത്രയാസ് ഒരു നിശബ്ദ ശുശ്രൂഷകനായിരുന്നു. ഒന്നാമനാകുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നിട്ടും രണ്ടാമനായി നിൽക്കുവാൻ താല്പര്യപ്പെട്ടവൻ. എന്നാൽ പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന കാലത്തോളം അന്ത്രയോസ് ഒന്നാമനായി യേശുവിൻ്റെ അടുക്കൽ വന്നവനാണെന്ന് നാം ഒരിക്കലും മറന്നു പോകത്തില്ല. പല വിധത്തിൽ ഒന്നാമതെത്തി പേര് എടുത്ത പല ശുശ്രൂഷകരുമൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെയൊക്കെ പേരുകൾ ഒരുപക്ഷെ തങ്കലിപികളിലൊക്കെ എഴുതപ്പെടുമായിരിക്കാം. എന്നാൽ വിശ്വാസ സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ എഴുതുന്നത്, വിശ്വാസ സമൂഹത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം നേടുന്നത് ഏറെ സാധാരണക്കാരായി നിന്ന്, നിശബ്ദരായി നിന്ന്, തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് വളരെ ആത്മാർത്ഥമായി ഈ ശുശ്രൂഷ ചെയ്യുന്ന, രണ്ടാമതായി നിൽക്കുവാൻ മാത്രം താല്പര്യം കാണിക്കുന്നവരാണ് ഇന്നും വിശ്വാസ സമൂഹത്തിൻ്റെ ഉള്ളിലുള്ളത് എന്ന കാര്യം മറന്നു പോകരുത്. പ്രിയ ശമാശ, നമുക്ക് രണ്ടാമന്മാരായിട്ട് നിൽക്കാം. ദൈവം നമ്മെ ഒന്നാമതെത്തിക്കും. മൂന്നാമതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്,
താൻ അറിഞ്ഞ ക്രിസ്തുവിങ്കിലേക്ക് മറ്റുള്ളവരെ ആകർഷിച്ചയാളാണ് അന്ത്രയാസ്. താൻ അറിഞ്ഞ ക്രിസ്തുവിങ്കിലേക്ക് മറ്റുള്ളവരെ ആകർഷിച്ച അന്ത്രയാസ്. യേശു ആരാണെന്നുള്ള നല്ല അറിവും ബോധ്യവും അന്ത്രയോസിനുണ്ടായിരുന്നു. നാം വായിക്കുന്നുണ്ടല്ലോ, ആദ്യം അവൻ്റെ സ്വന്തം സഹോദരനെ തന്നെയാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് നാം വായിച്ച വേദഭാഗത്തിൽ കണ്ടു. യോഹന്നാൻ 6-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ 5 അപ്പവും 2 മീനുമായി വന്ന ബാലനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടെത്തിക്കുന്ന അന്ത്രയോസിനെ നാം കാണുന്നു. ആ ബാലൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ അത്രയും വലിയൊരു ജനസമൂഹത്തിനിടയിൽ ആ ബാലനുണ്ടെന്നും അവൻ്റെ കയ്യിൽ ആ അപ്പവും മീനും ഉണ്ടെന്നും തിരിച്ചറിഞ്ഞ് അവനുള്ളതിനോട് ചേർന്ന് അവനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. യോഹന്നാൻ 12-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചു വന്ന യവനായക്കാരെ ഫിലിപ്പോസിനോട് ചേർന്ന് യേശുവിൻ്റെ അടുക്കൽ എത്തിക്കുന്നത് അന്ത്രയാസാണ്. ഈ സുവിശേഷ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അന്ത്രയോസിനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ, അവിടെയെല്ലാം അവൻ ആരെയെങ്കിലുമൊക്കെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ താല്പര്യം കാണിച്ചതായിട്ട് നാം വായിക്കുന്നു. ക്രിസ്തുവിങ്കിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുക എന്നത് നമ്മുടെ ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹവലയത്തിലേക്ക്, ആ രക്ഷാ സന്തോഷത്തിലേക്ക് എല്ലാവരെയും ചേർക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ അന്ത്രയോസ് മറ്റുള്ളവരെ ആകർഷിച്ചതിൽ ചില പ്രത്യേകതകളുണ്ട്. ആദ്യം സ്വന്തം സഹോദരനെ തന്നെയാണ് അവൻ യേശുവിങ്കിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സുവിശേഷം അറിയിച്ചു തുടങ്ങേണ്ടത് നമ്മുടെ കുടുംബത്തിലാണ്. ഒരു ശുശ്രൂഷകനായിരിക്കുന്ന എൻ്റെ കുടുംബം, എൻ്റെ കുടുംബത്തിലുള്ളവർ ഈ രക്ഷയുടെ അനുഭവത്തിൽ അല്ലെങ്കിൽ അവരെ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം എനിക്കുണ്ടാകണം എന്ന് ഈ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ആദ്യം കുടുംബത്തിൽ ഈ ശുശ്രൂഷ ആരംഭിക്കണം. അന്ത്രയോസ് സുവിശേഷം അറിയിച്ച കൂട്ടത്തിൽ എല്ലാ തുറയിൽപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു. നല്ല ബുദ്ധിയും ജ്ഞാനവും ഒക്കെയുള്ള യവനായക്കാരുണ്ടായിരുന്നു, കൊച്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, സ്വന്തം വീട്ടിലുള്ളവരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരെയും, എല്ലാ തുറയിൽപ്പെട്ടവരെയും അവൻ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. നാം ശുശ്രൂഷ ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, സ്ത്രീകൾ, വാർദ്ധക്യത്തിലുള്ളവർ, സമ്പന്നർ, ദരിദ്രർ, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, പല ജീവിത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരൊക്കെ ഉണ്ട്. എല്ലാവരെയും യേശുവിങ്കിലേക്ക് കൊണ്ടുവരുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാണാതെ പോയ അവസാനത്തെ ആടിനെയും തിരഞ്ഞു ചെല്ലുവാൻ, രക്ഷയുടെ അനുഭവത്തിലെത്തിക്കുവാൻ, യേശുവിൻ്റെ സ്നേഹവലയത്തിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ചിലപ്പോഴെങ്കിലും നാം ചില ആളുകളുമായി മാത്രം അടുപ്പം നിലനിർത്തുവാൻ താല്പര്യപ്പെടുന്നവരാണ്. എനിക്ക് പ്രയോജനമുള്ളവരെ മാത്രം കൂടെ കൂട്ടുവാൻ ചിലപ്പോഴെങ്കിലും നമ്മുടെ ശുശ്രൂഷയുടെ മധ്യത്തിലൊക്കെ നാം ശ്രമിക്കും. അങ്ങനെ വരുമ്പോൾ മറ്റു ചിലർ അകന്നു പോകും എന്നുള്ള കാര്യം മറന്നു പോകരുത്. മറ്റു ചിലർ വിസ്മരിക്കപ്പെട്ടു പോകും എന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജനത്തെ ഒരുപോലെ കാണാനും സ്നേഹിപ്പാനും, ക്രിസ്തുവിൻ്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് അവരെ ആകർഷിക്കുവാനും, ആ സ്നേഹ വലയത്തിൽ അവരെ നിലനിർത്തുവാനും നമുക്ക് സാധിക്കണം. മറ്റൊരു പ്രത്യേകത, അനേക ആളുകളെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ നമുക്ക് സാധിക്കണം. നാമൊക്കെ ശുശ്രൂഷ ചെയ്യുന്ന ഇടങ്ങളിൽ അനേക ചെറുപ്പക്കാരെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കേണ്ട ചുമതലയും നമ്മുടേതാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. പ്രിയ ഷമ്മാശ, നാം ഈ ശുശ്രൂഷയിലായിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹാകൃപയാണ്. ഈ ശുശ്രൂഷയ്ക്ക് നമ്മെ ഒരുക്കുന്നതും നിലനിർത്തുന്നതും ആ ദൈവകൃപയാണ്. ദൈവകൃപയ്ക്കായി ധാരാളം പ്രാർത്ഥിക്കണം. ക്രിസ്തു എനിക്ക് ആരാണ് എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാകണം. അവൻ എൻ്റെ രക്ഷകനാണ്, അവൻ എൻ്റെ കർത്താവാണ്, അവൻ എൻ്റെ ദൈവമാണെന്നുള്ള ആ ബോധ്യത്തോടെ, ഉറപ്പോടെ ഈ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിത്തിരിക്കുവാൻ നമുക്ക് സാധിക്കണം. നാം രണ്ടാമന്മാരായി നിൽക്കുവാൻ താല്പര്യപ്പെടുമ്പോൾ
ദൈവം നമ്മെ ഒന്നാമന്മാരാക്കും. ഒന്നാമനാകുവാൻ ഒരു കുറുക്കു വഴിയുമില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരുന്നാൽ മതി. അവൻ നമ്മെ തക്ക സമയത്ത് ഉയർത്തും. ശമാശ, നമ്മുടെ ശുശ്രൂഷ കണ്ട് കർത്താവിങ്കിലേക്ക് അനേകർ ആകൃഷ്ടരാകണം. എല്ലാവരെയും ആ രക്ഷാവലയത്തിൽ സ്നേഹത്തിൻ്റെ കുടക്കീഴിൽ എത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. അനേക ചെറുപ്പക്കാരെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ നമ്മുടെ ശുശ്രൂഷ മൂലം ഇടയാകണം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ധാരാളമായ ദൈവകരുണയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവകൃപയിൽ നിലനിൽപ്പാൻ, ഏറെ ഫലവത്തായ ശുശ്രൂഷ ചെയ്യാൻ പ്രിയ ഷമ്മാശനെ ദൈവം സഹായിക്കട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥന ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.